വരൂ, ഇരുന്ന് വരൂ, നടന്നു വരൂ. അടിപൊളി സൂപ്പർ പച്ചക്കറിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കേട്ടോ. നല്ല പച്ച ഇനമാണ് അല്ലേ, ഫ്രഷ് പച്ചക്കറി എന്നൊക്കെ പറയില്ലേ, അത് ഇവിടെ നിന്ന് കിട്ടും. അപ്പൊ എന്തായാലും നല്ല ഫ്രഷ് പച്ചക്കറി കേട്ടോ. ഞാൻ മുമ്പും ഇവിടെ വന്നിട്ടുണ്ട്, എന്നെ പരിചയമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. അപ്പൊ ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പച്ചക്കറി കിട്ടും. നമ്മുടെ മലയടിയാണ് ഈ സ്ഥലത്തിന്റെ പേര് അല്ലേ, നമ്മുടെ തിരുവനന്തപുരം ജില്ല മലയടി, കോഴിക്കോട് പഞ്ചായത്തിലെ മലയടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് പച്ചക്കറി ഐറ്റം ഒക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. എല്ലാം ഫ്രഷ് ഐറ്റം ആണ്. നല്ല പച്ചച്ചീരയും ചുമന്ന ചീരയും എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. അതേ കണ്ടോ, പച്ചച്ചീരയും ചുമന്ന ചീരയൊക്കെ ഉണ്ട്. ചീര ഒരേ റേറ്റ് ആണോ? പച്ചയ്ക്കും ചുമപ്പിനും ഒരേ റേറ്റ്. അതാ മല്ലിയില, കരുവേപ്പില എല്ലാ ഐറ്റം ഉണ്ട്. തണ്ണിമത്തങ്ങ എങ്ങനെയാണ് 1 കിലോയ്ക്ക് നിങ്ങളുടെ നിലവാരം? 1 കിലോ 20 രൂപയേ ഉള്ളൂ അല്ലേ. ലാഭമാണ്, ഇവിടെ നിന്ന് നല്ല ലാഭത്തിന് വാങ്ങിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ കട നിങ്ങളുടെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. അടിപൊളി കടയാണ്. പൈനാപ്പിൾ നോമ്പ് മുറിക്കാനായിട്ട്, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നോമ്പ് മുറിക്കാനായിട്ട് പൈനാപ്പിളും തണ്ണിമത്തനും എല്ലാ ഐറ്റവും ഉണ്ട് അല്ലേ. കണ്ടോ, നാടൻ തൈര് ഇവിടെ എടുത്ത് പറയേണ്ടതുണ്ട്. ഇവരുടെ വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊണ്ടുവരുന്നതാണ് അല്ലേ. അപ്പൊ ഇത് എത്ര രൂപയാണ്? 40 രൂപയാണ് ഒരു ബോട്ടിൽ. 40 രൂപ എന്നാണ് പറയുന്നത്. നല്ല തൈരാണ്. പിന്നെ സംഭാരമൊക്കെ ഉണ്ടല്ലേ നിങ്ങളുടെ ഇവരുടെ തന്നെ. നമുക്ക് അത് കുടിക്കാം, കുടിച്ചിട്ട് ബാക്കി അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പൊ കണ്ടോ, ഇവിടത്തേതൊക്കെ കണ്ടോ, നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ളത്. ഇവര് അന്നൊക്കെ എടുത്തോണ്ടൊക്കെ വരുന്നതാണ് അല്ലേ. ഇത് എവിടെ നിന്നാണ് നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നത്? കൃഷി ചെയ്യുന്നിടത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നത് അല്ലേ. അതാ ഞാനും എടുത്ത് പറഞ്ഞത്, നാടൻ പച്ചക്കറി എന്നല്ലേ. അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇതുവഴി പോകുമ്പോൾ വാങ്ങിക്കുക. നല്ല വില കുറവുണ്ട്. ഞാനും മുമ്പ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഞാനൊരു വീഡിയോയുടെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ആരോഗ്യം അല്ലേ. നല്ല രീതിയിൽ എവിടെയാണോ അല്ലേ കിട്ടുന്നത് അവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കുക. 5-10 കൂടിയാലും കുഴപ്പമില്ല അല്ലേ. നല്ല പച്ചക്കറി കിട്ടുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാം. അപ്പോൾ എനിക്ക് ഞാൻ ഈ വളവള നനച്ച് തൊണ്ടയ്ക്ക് കിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സംഭാരമൊക്കെ കുടിക്കാം നമുക്ക് എല്ലാവർക്കും കൂടെ. ഇങ്ങോട്ട് ചൂട് ടൈം കൂടെയാണ്, ഒരു സംഭാരം കുടിക്കാം കേട്ടോ. കൂടെ വന്നോളൂ. അപ്പം എന്തായാലും നമ്മൾ സംഭാരം കുടിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നാടിയായിട്ട് സാധനം വാങ്ങിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. ഇവരോട് കൂടെ നമുക്ക് ഇവിടുത്തെ അഭിപ്രായം ഞാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ. അപ്പം നിങ്ങൾ ഈ നാട്ടുകാരിയാണോ? എങ്ങനെയാണ് ഇവിടുത്തെ പച്ചക്കറിയുടെ? നല്ല പച്ചക്കറിയാണ്. സ്ഥിരം വാങ്ങിക്കുന്ന? സ്ഥിരം വാങ്ങിക്കുന്ന ആളാണ്. ലാഭത്തിന് കിട്ടാറുണ്ടോ? ഉണ്ട്. ഇതിപ്പോ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോ നിനക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം അങ്ങോട്ട് നോക്കി പറഞ്ഞേ. വേണ്ട. ക്യാമറയുടെ മുന്നിൽ വരാൻ നാണക്കേടാണ്. വേണ്ട അല്ലേ. അതെ. അപ്പം നാടൻ മോരാണ് നമ്മുടെ ആന്റിയുടെ ഒരു കൈപുണ്യം എന്താണെന്ന് ഞാൻ കുടിച്ചിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും. സൂപ്പറായിട്ട് കണ്ടപ്പം തന്നെ എനിക്ക് കൊതിയാവുന്നുണ്ട്. നല്ല തണുപ്പുമുണ്ട്, മൺകലത്തിലായതുകൊണ്ട് നല്ല തണുപ്പുമുണ്ട് അല്ലേ. നല്ല തണുപ്പുമുണ്ട്. അതിനകത്ത് എന്തൊക്കെ ചേർത്തിട്ടുണ്ട്? പച്ചമുളക് അല്ലേ, കറിവേപ്പില, ഇഞ്ചി, ഇതിന്റെ ഇത് എല്ലാം കൂടെ മുകളിലൊക്കെ നിമന്ന് കിടക്കുമ്പോൾ കണ്ട അഭിപ്രായം പറഞ്ഞതാണ്. കുടിച്ചിട്ട് പറയാട്ടോ. വാവ്, സൂപ്പർ. വെറും വാക്ക് പറയുന്നതല്ല, അടിപൊളിയെങ്കിൽ നമ്മൾ അടിപൊളിയെന്ന് തന്നെ പറയും. ആന്റി അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇതുവഴി പോകുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറക്കി സംഭാരം കുടിക്കുക. നല്ല ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ല തണുപ്പ് കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തോന്നാൻറ്റി? മലയടിയിൽ ഷാനു ആന്റിയുടെ മൂത്ത മോനാണ്. ഇളയ മോനാണോ? ഇതിരിക്കുന്നത് ഇരിക്കുന്ന ആളാണ് മൂത്ത മോന് കേട്ടോ. മൂത്ത മോനൊരു ഹായ് പറഞ്ഞു. ഇളയ ആളുടെ കടയാണ്. ഞാൻ വന്നപ്പോഴേ ആന്റി പറഞ്ഞത് എൻ്റെ ഇളയ മോന്റെ കടയാണ്, ഷാനു എന്ന് പേര് കേട്ടോ. ഷാനുവിന്റെ കട. അപ്പൊ ഷാനുവിനെ ഞാൻ പ്രത്യേകം അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക് പറയുമല്ലോ. ശരിയെന്ന്. അപ്പൊ എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, ഇതൊക്കെ തന്നെയാണ് കുഞ്ഞു വിശേഷം, കുഞ്ഞു കാഴ്ചകൾ കേട്ടോ. അപ്പൊ ഇതുവഴി പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറിയും വാങ്ങാം, ഒന്ന് തളർന്നാൽ വെള്ളവും കുടിക്കാം കേട്ടോ. അപ്പൊ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ എന്തായാലും നല്ല സംഭാരമൊക്കെ കുടിച്ചെല്ലാം അത് പറയാനാണ്, നല്ല മനസ്സും ശരീരവും ഒക്കെ വീണ്ടും പറഞ്ഞു പോവുകയാണ്. നല്ല തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് പോകാനായിട്ട് വന്നപ്പോഴാണ് കടയിൽ നമ്മുടെ ആന്റിയുടെ ഹസ്ബൻഡാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ പുള്ളിയെ കണ്ടിട്ടുണ്ട്. എന്തായാലും
നമ്മള് ഈ വീഡിയോ കൂടെ ഉൾപ്പെടുത്തി പോകാന്ന് കരുതി. അങ്ങളെ സുഖമാണോ? ആദ്യം അത് ചോദിക്കട്ടെ. എന്നാ പണിക്ക് പോന്നെ? എന്ത് പണിക്കാ പോന്നെ? വയ്യായി കണ്ടല്ലേ, ആശുപത്രി പോയിട്ട് വന്നു. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഉപജീവന മാർഗം അല്ലേ? ആ എന്തോ മകൻ ഇട്ടിരിക്കുന്നത്. ഓ അത് നേരത്തെ ആന്റി പറഞ്ഞല്ലോ, മകനാണ് ഇട്ടിരിക്കുന്നതെന്ന്. അപ്പൊ എന്നാലും നിങ്ങൾ ഒരു ഹെൽപ്പറായിട്ട് ഇവിടെ നിൽക്കുന്നല്ലേ? അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കൾ, ഇത് തന്നെയാണ് അവരുടെ ഉപജീവന മാർഗം. വീണ്ടും പറഞ്ഞു പോവുകയാണ്, ഇതുവഴി പോകുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കൾ വാങ്ങി അവരെ ഹെൽപ്പ് ചെയ്യുക കേട്ടോ. സാധനം വാങ്ങി അവരെ സഹായിക്കുക. മതിയല്ലോ? ഓക്കെ. അപ്പൊ പിന്നെ ഓക്കെ പറഞ്ഞതുപോലെ കേട്ടോ.